പച്ചക്കറികളിലെ വിഷം കഴുകിക്കളയുന്നതിന് വിവിധ തരം ലായനികൾ വിപണിയിൽ ഇറങ്ങിത്തുടങ്ങി. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വെജി വാഷാണ് ഏറ്റവും മുൻനിരയിലുള്ളത്. പ്രത്യേക പരിശീലനം ലഭിച്ച 36 ചെറുകിട കമ്പനികളാണ് വെജി വാഷ് വിപണിയിലിറക്കിയത്. വിപണിയിലെ പച്ചക്കറിയിൽ മാരകമായ വിഷമുണ്ടെന്ന പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിവിധിയായി വെജി വാഷ് എന്ന ലായനി വികസിപ്പിച്ചെടുത്തത്. 2 വർഷത്തെ നിരന്തര പരീക്ഷണങ്ങൾക്കൊടുവിലാണ് രാസവിമുക്തമായ ഇത്തരമൊരു ലായനി രൂപപ്പെടുത്തിയത്. വിനാഗിരിയുടെയും ഉപ്പിന്റെയും മിശ്രിതം ചേർത്താണ് വെജി വാഷ് തയ്യാറാക്കുന്നത്. വെജി വാഷിന്റെ പ്രിപ്പറേഷൻ ശാസ്ത്രീയമായിട്ട് തന്നെ, കാരണം അതിൽ മറ്റ് രാസവസ്തുക്കളൊന്നും നമ്മൾ വെളിയിൽ നിന്നുള്ള രാസവസ്തുക്കൾ ഒന്നും ചേർത്തിട്ടില്ലെന്നില്ല. കാരണം നമുക്കത് ഈ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ കഴുകി ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അടുക്കളയിലും മറ്റ് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ പല അനുപാതത്തിൽ കലർത്തി ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ്. അത് ഏറെക്കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ഉപരിതലത്തിലെ കീടനാശിനി പൂർണ്ണമായും കഴുകിക്കളയുവാൻ വെജി വാഷ് കൊണ്ടാകും. നിശ്ചിത അളവിൽ ഈ ലായനി വെള്ളത്തിൽ ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. പുതിനയില, കറിവേപ്പില, പച്ചമുളക്, പയർ എന്നീ ഇനങ്ങളിലാണ് കൂടുതൽ വിഷം ചേർക്കുന്നതെന്നാണ് പഠന റിപ്പോർട്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തും വെജി വാഷിന് ആവശ്യക്കാർ ഏറെയാണ്.